എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഫ്രാങ്കി, സോറോ, സാഞ്ചി അവര് 3 പേരും ചേർന്ന് നമ്മുടെ ഉസോപ്പിനെ ഇട്ട് അവിടുന്ന് ഓടിപ്പോയി. ഇവിടെ ഉസോപ്പാണെങ്കിൽ ആ സോംബികളുടെ ചുറ്റും പെട്ട് നിൽക്കാണ്. ഇവിടെ അവൾക്കാണെങ്കിൽ ഉസോപ്പിനെ കുറേശ്ശെ പേടിയായി തുടങ്ങി. കാരണം അവളുടെ ഏക പ്രതീക്ഷ അവളുടെ ഗോസ്റ്റ് പവർ ആയിരുന്നു. പക്ഷെ അതുപോലും അവന്റെ ബോഡിയിൽ ഫലിക്കുന്നില്ല. അത്രയല്ല, ഉസോപ്പിന് അവന് സിമ്പിളായിട്ട് ഉപ്പ് ഉപയോഗിച്ച് സോംബീസുകളുടെ ഉള്ളിലെ ഷാഡോസിനെ വെളിയിലെടുക്കാൻ പറ്റും. സോ ഇവൻ നിസ്സാരക്കാരനല്ല. ഒരു കാരണവശാലും എന്റെ ചെറിയൊരു മൂവ്മെന്റ് പോലും പാഴായി പോവാൻ പാടില്ല. അങ്ങനെ സംഭവിച്ച ഇവൻ നമ്മളെ എല്ലാവരെയും കൊല്ലൂന്ന് പറഞ്ഞ് ആണെങ്കിൽ അവനെ സൂക്ഷിച്ചു നോക്കും. ഉസോപ്പിനാണെങ്കിൽ ഓരോ സെക്കൻഡ് കഴിയും തോറും അവന്റെ ഹാർട്ട് ബീറ്റ് കൂടി വരും. കാരണം അവനിപ്പോ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ആരുമില്ല. ഒരു 2 സോംബീസിനെങ്കിലും തല്ലിക്കൊന്നിട്ട് നിങ്ങൾക്ക് ഓടിപ്പോയിക്കൂടായിരുന്നോ എന്നവൻ മനസ്സിൽ പറയും. എന്തു വില കൊടുത്തും ഇവരുടെ മുൻപിൽ പിടിച്ചു നിന്നേ പറ്റൂന്ന് പറഞ്ഞ് അവ കട്ട ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് അങ്ങനെ നിൽക്കുകയാണ്. അടുത്ത സെക്കൻഡ് നമ്മുടെ ചുന്ദരി വില്ലെത്തി. അവള് നിലവിളിച്ചു പറയും, ഇത്തവണ നീ രക്ഷപ്പെടില്ല. എന്റെ ഗോസ്റ്റ് പവർ അത് മുഴുവനായിട്ടും ഞാൻ നിനക്ക് നേരെ ഉപയോഗിക്കാൻ പോവാണെന്ന് പറഞ്ഞ് അടുത്ത സെക്കൻഡ് 4 മടങ്ങ് ഗോസ്റ്റുകളെ അങ്ങനെ ഉസോപ്പിന് നേരെ വലിച്ചടിക്കും. ആ ഒരു ഗോസ്റ്റ് വന്ന് ഇടിച്ച പവറിൽ ഇപ്പൊ ഉസോപ്പിന് താങ്ങാൻ കഴിയില്ല. അവൻ പതിയെ നിലത്തേക്ക് വീഴും. പക്ഷെ അവനെ തന്നെ കൺട്രോൾ ചെയ്ത് അവന്റെ വടിയിൽ കുത്തി പതിയെ എഴുന്നേറ്റ് നിൽക്കും. ചുറ്റും കൂടി നിന്ന സോംബികൾക്ക് ഭയങ്കര ആവേശാവും. നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടേക്ക് വന്ന് ഞങ്ങളുടെ മാഡത്തെ തന്നെ നീ വെല്ലുവിളിക്കും. ഇപ്പൊ കണ്ടില്ലേ നീ തകർന്നു പോയെന്ന് പറഞ്ഞ് അവരാശ്വസിച്ച് നിൽക്കും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. ഉസോപ്പിന്റെ തൊട്ടു പുറകിലായി അവളയച്ച ആ ഗോസ്റ്റുകള് അവറ്റകൾ ഇത്തവണയും ഫെയിലായി തല താഴ്ത്തി നിൽക്കുകയാണ്. അതിലും വലിയ ട്വിസ്റ്റ്, ആ ചുന്ദരി പെണ്ണ് അവൾക്കും ഇപ്പൊ അവളുടെ കൺട്രോൾ നഷ്ടപ്പെട്ട് തല കുനിച്ച് അവളുടെ അസിസ്റ്റന്റിന്റെ മുൻപില് അങ്ങനെ പൊട്ടിക്കരയാണ്. ഉസോപ്പിനാണെങ്കിൽ എന്തെന്നില്ലാത്ത സന്തോഷം. അവനങ്ങനെ സ്റ്റൈലായിട്ട് നിന്ന് പറയും, ഞങ്ങളുടെ കപ്പലിലെ വൈസ് ക്യാപ്റ്റനാണ് ഞാൻ. എന്റെ അത്രയും പവർ ആർക്കും ഇല്ല. ഉടനെ ആ സോംബികളെല്ലാം ചേർന്ന് അവൻ അറ്റാക്ക് ചെയ്യാൻ ഓടി അടുക്കും. ആരും കൈവിട്ടു പോയെന്ന് മനസ്സിലാക്കിയ ഉസോപ്പ് അവനാണെങ്കിൽ ഒരുപാട് ഉപ്പ് വാരിയെടുത്ത് ഒറ്റകളുടെ വായിലേക്ക് അങ്ങനെ വലിച്ചെറിയാണ്. അടുത്ത നിമിഷം ഓരോ സോംബികളുടെ വായിൽ നിന്നും ഇപ്പൊ ഷാഡോ അത് പതിയെ പുറത്തേക്ക് പോയി അവറ്റകൾ ഒന്നൊന്നായി ചത്ത് താഴേക്ക് വീഴാൻ തുടങ്ങും. ഉടനെ ചുന്ദരി വില്ലെത്തി അവള് നിലവിളിച്ചു പറയും, എല്ലാവരും വാ അടച്ചു പിടിക്ക്. അവന്റെ കയ്യിൽ ഒരുപാട് ഉപ്പുണ്ട്. അത് മുഴുവൻ അവൻ നമുക്ക് നേരെ എറിഞ്ഞുകൊണ്ടേയിരിക്കും. അത് കേട്ട എല്ലാ സോംബീസും ഇപ്പൊ അവറ്റകളുടെ വാ അത് പൊത്തിപ്പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഉസോപ്പിന്റെ ഉപ്പ് അത് വേസ്റ്റായി താഴേക്ക് വീഴാൻ തുടങ്ങും. ഉസോപ്പിന്റെ കയ്യിലുള്ള ഓൾമോസ്റ്റ് ഉപ്പും തീരാതായിരിക്കാണ്. അത് മനസ്സിലാക്കിയ സോംബികള് അവർ ഉസോപ്പിന്റെ അടുത്തേക്ക് പാഞ്ഞടുക്കും. ഉസോപ്പാണെങ്കിൽ രക്ഷിക്കടാ എന്ന് നിലവിളിച്ച് അവിടെ ഓടും. അതേസമയം ഇവിടെ ഫ്രാങ്കിക്കും സോറയ്ക്കും സാഞ്ചിക്കും അവർക്ക് 3 പേർക്കും ഉസോപ്പിന്റെ പവർ അതോർത്ത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. മറ്റൊരു ഭാഗത്ത് ബ്രൂക്കാണെങ്കിൽ ആ വില്ലനുമായിട്ട് ഇപ്പോഴും പൊരിഞ്ഞ അട്ടിയിടി ബഹളം തന്നെയാണ്. ബ്രൂക്കിനാണെങ്കിൽ അവന്റെ വായിലെ പല്ല്, മുഖത്തെ എല്ല് അങ്ങനെ ഒന്നൊന്നായിട്ട് നഷ്ടപ്പെടുകയാണ്. പക്ഷെ അവനാണെങ്കിൽ അവൻ കൊടുത്ത വാക്ക് പാലിച്ചേ പറ്റൂ. എങ്ങനെയെങ്കിലും ഷാഡോയെ തിരികെ പിടിക്കണമെന്ന് പറഞ്ഞ് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ വീണ്ടും യൂമയായിട്ട് ഫൈറ്റ് ചെയ്യാൻ അവന്റെ അടുത്തേക്ക് വരും. അതിനാ വില്ലൻ യൂമ പറയും, നിന്നെ കൊണ്ട് ഇനി എന്നോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയില്ല. സോ ഇപ്പോഴെങ്കിലും നീ മര്യാദയ്ക്ക് തോൽവി സമ്മതിക്ക്. ഉടനെ യൂമ അവനാണെങ്കിൽ ഇപ്പൊ ബ്രൂക്കിന്റെ ഷാഡോയുടെ പവർ അതെടുക്കാൻ തീരുമാനിക്കും. ബ്രൂക്കിനാണെങ്കിൽ ഒരു സ്പെഷ്യൽ പവർ ഉണ്ട്. ആ വില്ലൻ ആ പവറിന്റെ പേര് പറഞ്ഞ് ഇത് വെച്ച് ബ്രൂക്കിനെ അടിക്കാനായിട്ട് ഒരുങ്ങാണ്. അതിന് ബ്രൂക്ക് പറയും, ആ പേര് പറയാൻ പോലും നിനക്ക് യാതൊരു അവകാശവും ഇല്ല. ഇതെന്റെ ഷാഡോ ആണ്. നീ ഉപയോഗിക്കാൻ പോകുന്നത് എന്റെ പവറാണ്. മര്യാദയ്ക്ക് അതെനിക്ക് തിരികെ തരുന്നതാണ് നിനക്ക് ഏറ്റവും നല്ലത്. അതിനാ വില്ലൻ പറയും, നോട്ട് /അറ്റാക്ക് അത് ആക്ച്വലി നിന്റെ പവർ ആയിരിക്കാം. പക്ഷെ അതേ പവർ ഇപ്പൊ എനിക്കും ഉണ്ട്. സോ നമ്മളിൽ ആർക്കാണ് അത് കൂടുതൽ നന്നായിട്ടും സ്ട്രോങ് ആയിട്ടും ചെയ്യാൻ പറ്റുക നോക്കാന്ന് പറഞ്ഞ് അവൻ വീണ്ടും ബ്രൂക്കിനെ അടിക്കാൻ തയ്യാറാവും. അതിന് ബ്രൂക്കും അവന്റെ പവർ എടുത്ത് അവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ക്രോസ് ചെയ്ത് നടക്കും. യൂമ ആണെങ്കിൽ ആ പവറിന്റെ പേര് അത് വിളിച്ചു പറഞ്ഞ് അവന്റെ കത്തി അത് ഒറയിലേക്കിടും. അവനത് ചെയ്യുന്ന നിമിഷം ഇപ്പൊ ഒരുപാട് വേദനയിൽ ബ്രൂക്ക് അവൻ നിലവിളിച്ച് കരയും. ആ വേദനയ്ക്കിടയിലും അവൻ ഫ്ലാഷ് ബാക്കിലേക്ക് പോയി അവന്റെ തിമിംഗലത്തെ കുറിച്ച് അതൊന്നൊന്നായിട്ട് അവൻ ആലോചിക്കും. അട്ടിതാ ആ യൂമ വില്ലൻ അവനാണെങ്കിൽ ബ്രൂക്കിനെ പിടിച്ചു വലിച്ച് ബ്രൂക്ക് പൊന്നുപോലെ സൂക്ഷിച്ച അവന്റെ മുടി അത് വെട്ടിയെറിയാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അതിന് ബ്രൂക്ക് ആണെങ്കിൽ മറ്റൊന്നും ചെയ്യാൻ കഴിയാതെ നോ എന്ന് നിലവിളിച്ച് കരയും. അവൻ ആ മുടി അത് ആഞ്ഞു വെട്ടാൻ ശ്രമിക്കുമ്പോഴേക്കും ആ മാക്ഷൻ അത് മുഴുവനായിട്ടും കിടിങ്ങി വിറയ്ക്കും. ആ ഒരു വൈബ്രേഷനിൽ ഇപ്പോ വില്ലന്റെ കയ്യിൽ നിന്ന് ബ്രൂക്ക് താഴേക്ക് വീഴും.
അവൻ വീണ്ടും ബ്രൂക്കിനെ പിടിച്ചു വലിക്കുമ്പോഴായിരിക്കും സാക്ഷാൽ ഫ്രാങ്കി അവനവിടേക്ക് ഓടി വരാ. ബ്രൂക്ക്, നീ ഓക്കെ അല്ലേ ചോദിക്കുമ്പോഴേക്കും ആ വില്ലൻ അവൻ കത്തിയെടുത്ത് ഫ്രാങ്കിക്ക് നേരെ നീട്ടും. അപ്പൊ അടുത്തൊരു കത്തി, ആ വില്ലന്റെ കത്തി അതങ്ങനെ തടുത്തു നിർത്തുകയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ സ്കോട്ട്സ്മാൻ സോറോ. അവിടെ അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ ലൂഫിയെ കാണിക്കും. അവനാണെങ്കിൽ എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. പക്ഷേ ഒരു വലിയ ബിൽഡിങ് അത് ഷെയ്ക്കായി കൊണ്ടേയിരിക്കുകയാണ്. ലൂഫി ക്യാഷ്വൽ ആയിട്ട് ഇപ്പൊ ആ വില്ലനോട് ചോദിക്കും, ഇവിടെ എന്താ നടക്കണേ? ഈ ഒരു വലിയ ബിൽഡിങ് അതെങ്ങനെയാ ഇങ്ങനെ കിടിങ്ങി വിറയ്ക്കുന്നേ? അതിനാ ഗക്കോ മുറിയ അവൻ സിമ്പിൾ ആയിട്ട് പറയും, കടലിൽ എന്തെങ്കിലും ബാഡ് ആയിട്ടുള്ള സർക്കംസ്റ്റാൻസസ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിന്നെ പോലെ വിവരം കേട്ട ആരെങ്കിലും എന്തെങ്കിലും കുത്സിത പ്രവൃത്തി ഈ ബിൽഡിങ്ങിൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ടെൻഷൻ ആവാൻ ഒന്നുമില്ല, ഈ ബിൽഡിങ്ങിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഉടനെ ലൂഫി അവനാണെങ്കിൽ അവന്റെ ദേഷ്യം ഡബിൾ ആവും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ഷാഡോ തന്നെ എന്റെ ബോഡിയിൽ നിന്ന് കട്ട് ചെയ്ത് വല്ലോർക്കും കൊടുക്കും. മര്യാദയ്ക്ക് എന്റെ ഷാഡോ അതെനിക്ക് തിരികെ തരുന്നതാണ് നല്ലത്. ഗഗ്ഗോ മുറിയാണെങ്കിൽ അത് കേട്ട് ചിരിക്കും. ലൂഫി പറയും, എന്റേത് മാത്രമല്ല എന്റെ ഫ്രണ്ട്സിന്റെ അങ്ങനെ നിങ്ങൾ മോഷ്ടിച്ചെടുത്തിട്ടുള്ള എല്ലാ ഷാഡോസിനെയും എനിക്ക് വേണം. വില്ലനാണെങ്കിൽ ലൂഫി പറയുന്നത് കേട്ട് അവന്റെ ചിരി അടക്കാൻ കഴിയില്ല. അപ്പൊ അതേസമയം ബിൽഡിങ് അത് കൂടുതൽ കാര്യമായിട്ട് ഇളകി മറിഞ്ഞ് ഇടിഞ്ഞു വീഴാനായിട്ട് തുടങ്ങും. ഇതാ ഇവിടെ ഇൻവിസിബിൾ മാൻ അവനാണെങ്കിൽ നാമിയെ ഉമ്മ വയ്ക്കാൻ അങ്ങനെ അടുത്ത് വരികയാണ്. ഓൾറെഡി ആ ബിൽഡിങ് അത് ഇളകി മറിയുന്നത് കൊണ്ട് തന്നെ നാമിയെ അവന് കിസ് ചെയ്യാൻ കഴിയില്ല. അവളുടെ തലയും ബോഡിയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കും. അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവളെ കറക്റ്റ് ആയിട്ട് കിസ് ചെയ്യാനായിട്ട് വരുമ്പോഴായിരിക്കും, ബോസ് ദയവ് ചെയ്ത് ഇവിടേക്ക് ശ്രദ്ധിക്ക്. അത് കേട്ട് ഇൻവിസിബിൾ മാന്റെ അവന്റെ കൺട്രോൾ പോവും. ഓ ഷിറ്റ്, ഈ സമയത്താണോ എന്നെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നേ? നിനക്ക് എന്താ വേണ്ടേ? അതിനവൻ പറയും, വലിയ അപകടം. നമ്മുടെ ത്രില്ലർ പാർക്ക് കപ്പല് അത് കടലില് ഒരു ഡേഞ്ചർ സിറ്റുവേഷനിൽ പെട്ടുകിടക്കാണ്. ഏതോ ഒരു സോംബി കപ്പലിന്റെ റഡാറിൽ കളിച്ചതാണ്. ഇപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നിങ്ങൾക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അപ്പൊ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് റഡാറിൽ കളിക്കുന്ന ആ ഒരു സോംബി അതാരാണെന്ന് കാണിച്ചു തരും. അത് മറ്റാരുമല്ല, സാക്ഷാൽ 900. അതാണെങ്കിൽ വീണ്ടും വീണ്ടും അവിടെയുള്ള ചെയിനിലൊക്കെ പിടിച്ച് വലിച്ച് കപ്പൽ അങ്ങനെ ആടി ഒലയുന്നത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇൻവിസിബിൾ മാൻ ആണെങ്കിൽ ടെൻഷനാവും. അവൻ ജനറൽ സോംബീസിനോട് പറയും, എത്രയും പെട്ടെന്ന് റഡാർ റൂമിലേക്ക് പോയി ആ സോംബിയെ തടയണം, അല്ലെങ്കിൽ കപ്പൽ പോലും നശിക്കാൻ ചാൻസ് ഉണ്ട്. ഉടനെ ജനറൽ സോംബീസ് അവര് മുഴുവൻ ഇപ്പൊ 900നെ ചുറ്റി അങ്ങനെ നിൽക്കുകയാണ്. അടുത്ത നിമിഷം 900 അവനാണെങ്കിൽ അവിടുന്ന് ഇൻവിസിബിൾ ആവും. അവര് വണ്ടറടിച്ച് ചുറ്റും നോക്കും. അപ്പൊ അവര് കാണും മുകളിൽ നിന്ന് 900 അവൻ ഫുൾ ഫോഴ്സില് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. താഴെ എത്തേണ്ട താമസം അവൻ അറിഞ്ചം പുറഞ്ചം ആ സോംബീസുകളെ എല്ലാം തന്നെ ആഞ്ഞിടിച്ച് കൊന്നോണ്ടിരിക്കുകയാണ്. ഞാൻ അഡ്വഞ്ചർ ചെയ്യുമ്പോൾ എന്നെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് സെക്കൻഡുകൾ കൊണ്ട് അവന്റെ ചുറ്റുമുണ്ടായിരുന്ന സോംബീസിനെ തല്ലിക്കൊന്ന് ദൂരേക്കെറിഞ്ഞു. ഇതറിഞ്ഞ ഇൻവിസിബിൾ മാൻ അവനാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോഴാണ് ആ ജനറൽ സോംബീസ് അവരവിടേക്ക് പോയത്. സോ സെക്കൻഡുകൾ കൊണ്ട് അവരെങ്ങനെ കൊല്ലപ്പെട്ടു? ആക്ച്വലി ആ 900നെ അവനെ ക്രിയേറ്റ് ചെയ്ത് തന്നെ അവരുടെ സോൾജിയർ ആയിട്ട് യൂസ് ചെയ്യാനാണ്. പക്ഷെ അതാണെങ്കിൽ അവര് പറയുന്ന ഒന്നും അനുസരിക്കുന്നില്ല. അവനെ ക്രിയേറ്റ് ചെയ്ത ഒരു ദിവസം കൊണ്ട് തന്നെ അവന്റെ സ്ഥിതി ഇതാണെങ്കിൽ എങ്ങനെ അവനുമായിട്ട് മുൻപോട്ട് പോകും? അവനിപ്പോ അതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴായിരിക്കും സാക്ഷാൽ സാഞ്ചി അവൻ നാമിയുടെ പേരും വിളിച്ച് അവിടേക്ക് ചാടി വീഴുക. മറ്റൊരു ഭാഗത്ത് സോറോ അവൻ ഇപ്പോഴും ആ വില്ലനുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. സോറോയുടെ ബ്രഹ്മാണ്ഡ ഫൈറ്റില് ഇപ്പൊ യൂമ അവൻ തെറിച്ചു പോവും. ഉടനെ ഫ്രാങ്കി പറയും, ഇവനാണ് നമ്പർ 1 സ്ക്വാഡ്സ്മാൻ. ഇവൻ ആക്ച്വലി 3 കത്തി വെച്ചായിരിക്കും എപ്പോഴും ഫൈറ്റ് ചെയ്യുക. ഇവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. സോറോയ്ക്കാണെങ്കിൽ അത് കേട്ട് കുറച്ച് ദേഷ്യവും വരും. അവൻ മിണ്ടാതിരിക്കാൻ പറഞ്ഞ് ഇപ്പൊ വീണ്ടും ആ വില്ലനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറെടുക്കും. സോറോ ആണെങ്കിൽ ആ വില്ലന്റെ കയ്യിലെ സ്ക്വാഡ് അത് ശ്രദ്ധിച്ചു നോക്കും. അതൊരു ബ്ലാക്ക് റിവേഴ്സ് സ്ക്വാഡാണ്. വളരെ സ്ട്രോങ്ങും പോപ്പുലറും ആയിട്ടുള്ള ഒരു അടിപൊളി സ്ക്വാഡാണത്. സോറയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷാവും. ഇനി മുതൽ സ്ക്വാഡ് അതെനിക്ക് സ്വന്തമാണെന്ന് പറഞ്ഞ് സോറ ചിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.